നമസ്കാരം. MSOC വീക്ക്ലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ബേസിൽ കുട്ടമ്പുഴ. ആഭ്യന്തര കലാപത്തെ തുടർന്ന് സുഡാനിൽ കൂട്ടക്കൊല. സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരക്കണക്കിന് പേർ കൊല ചെയ്യപ്പെട്ടുവെന്ന വിവരം പുറത്തുവന്നു. റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് നിരവധി ആളുകളെ നിരത്തി നിർത്തി കൂട്ടക്കൊല ചെയ്യുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. രാജ്യത്ത് അതീവ ഗുരുതര സാഹചര്യമാണെന്ന് ഐക്യരാഷ്ട്ര സംഘടന അറിയിച്ചു. സുഡാൻ സൈന്യവും വിമത സേനയുമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സുമാണ് ഏറ്റുമുട്ടൽ. ഒരു വർഷമായ ഏറ്റുമുട്ടൽ തുടരുകയാണെങ്കിലും എൽ ഷാഫിർ നഗരം ദിവസങ്ങൾക്ക് മുമ്പ് വിമതർ പിടിച്ചതോടെയാണ് കൂട്ടക്കൊല ആരംഭിച്ചത്. ന്യൂനപക്ഷ വിഭാഗങ്ങളെയും തങ്ങളെ എതിർക്കുന്നവരെയുമാണ് RSF അതിക്രൂരമായി കൊല ചെയ്യുന്നത്. 2 ദിവസങ്ങൾക്കുള്ളിൽ 2000 പേരെങ്കിലും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. രാജ്യത്ത് 90% സുഡാനി അറബ് വംശജരാണ്. 5% ക്രിസ്ത്യാനികളും 5% പ്രാദേശിക ഗോത്ര വിഭാഗക്കാരുമാണ്. കൂട്ടക്കൊല തുടരുകയാണെങ്കിലും രാജ്യാന്തര തലത്തിൽ വലിയ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല. ഭാഗ്യസ്മരണാർഹനായ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ 1ാം ശ്രാദ്ധ പെരുന്നാൾ ലോകമെമ്പാടുമുള്ള മലങ്കര യാക്കോബായ സുറിയാനി മക്കൾ ആചരിച്ചു. 1ാമത് ദുഗ്രോനോ പെരുന്നാളിനോടനുബന്ധിച്ച് തീർത്ഥാടകർക്ക് സ്വീകരണവും സന്ധ്യാപ്രാർത്ഥനയ്ക്കും കബറിങ്കൽ ധൂപപ്രാർത്ഥനയ്ക്കും ശ്രേഷ്ഠ കാതോലിക്കയും മലങ്കര മെത്രാപ്പോലിത്തയുമായ അബൂൻമോ ബസേലിയോസ് ജോസഫ് ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ കബറടങ്ങിയിരിക്കുന്ന പുത്തൻകുരിശിൽ 1ാം ശ്രാദ്ധ ദിനത്തിൽ ശ്രേഷ്ഠ കാതോലിക്ക അബൂൻമോ ബസേലിയോസ് ജോസഫ് ബാവ വിശുദ്ധ 3 കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അഭിവന്ദ്രായ മോർ ഇവാനിയോസ് മാത്യൂസ്, മോർ അഫ്രേ മാത്യൂസ് എന്നീ മെത്രാപ്പോലിത്തമാർ സഹകാർമ്മികരായി. സഭയിലെ മെത്രാപ്പോലിത്തമാരും അനേകം വൈദികരും നിരവധിയായ വിശ്വാസി സമൂഹവും പങ്കെടുത്തു. മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെയും മണർകാട് പള്ളിയുടെയും ചരിത്രത്തിലെ തങ്കലിപികളാൽ എഴുതപ്പെട്ട അനുഗ്രഹീത നിമിഷമായി മാറി 51 കുർബാന. ഭാഗ്യസ്മരണാർഹനായ ശ്രേഷ്ഠ മോർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ 1ാം ശ്രാദ്ധ പെരുന്നാളിനോടനുബന്ധിച്ചാണ് 10,000 വിശ്വാസികളെ സാക്ഷി നിർത്തി മലങ്കര മെത്രാപ്പോലിത്ത അബൂൻമ ബസേലിയോസ് ജോസഫ് ബാവ വിശുദ്ധ 51 കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. 1ാം ശ്രാദ്ധ പെരുന്നാളിനോടനുബന്ധിച്ച് നിരവധി വിശ്വാസികൾ 51 കുർബാനയിൽ പങ്കെടുത്തു. മഞ്ഞിന്റെ കുളിര്, നക്ഷത്രങ്ങളുടെ തിളക്കം, പുൽക്കൂടിന്റെ പുതുമ, പാതിരാ കുർബാനയുടെ പവിത്രത, അങ്ങനെ പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളുമായി ഒരു ക്രിസ്മസ് കാലം കൂടി കടന്നു വന്നിരിക്കുന്നു. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമഭാവനയുടെയും സന്ദേശമുണർത്തുന്ന ക്രിസ്മസ് രാവുകൾക്ക് സംഗീതം പകരുവാൻ, ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കുവാൻ MSOC കൌൺസിലും മീഡിയ ടീമും സംയുക്തമായി അണിയിച്ചൊരുക്കുന്ന കരോൾ വിരുന്ന് 2025 കരോൾ സിംഗിംഗ് കോമ്പറ്റീഷൻ ഡിസംബർ 6 ശനിയാഴ്ച മാഞ്ചസ്റ്ററിനടുത്ത് വിഗനിൽ നടത്തപ്പെടുന്നു. UK യാക്കോബായ മക്കളുടെ ആവേശാരവത്തിന് സാക്ഷ്യം വഹിക്കുന്ന കഴിഞ്ഞ വർഷങ്ങളിൽ പ്രൗഢോജ്വലമായി നടത്തപ്പെട്ട കരോൾ വിരുന്നിന്റെ രജിസ്ട്രേഷൻ നടപടികൾ നടന്നുവരുന്നു. അത്യാധുനികമായ സ്റ്റേജും മറ്റു സൗകര്യങ്ങളും ക്രമീകരിച്ച് നടത്തപ്പെടുന്ന ഇത്തവണത്തെ കരോൾ വിരുന്നിൽ ആയിരങ്ങൾ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ ജൂനിയേഴ്സിന് വേണ്ടി പ്രത്യേക മത്സരങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. UK അങ്ങോളം ഇങ്ങോളമുള്ള 30ഓളം ഇടവുകളിൽ നിന്നുള്ള ടീമുകൾ മാറ്റുരയ്ക്കുമ്പോൾ ഇത്തവണ പൊടിപാറുമെന്ന് ഉറപ്പാണ്. ഡിസംബർ 6-ാം തീയതി വിഗാനിൽ വെച്ച് നടത്തപ്പെടുന്ന കരോൾ വിരുന്നിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. യാക്കോബായ സുറിയാനി സഭ UK ഭദ്രാസനത്തിന്റെ JSOSM ജേക്കബിൻ സിറിയൻ ഓർത്തഡോക്സ് സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ ദ്വിദിന ക്യാമ്പ് മൻഹാർ 2025 വെയിൽസിൽ വെച്ച് നിരവധി വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടുകൂടി നടത്തപ്പെട്ടു. ബെൽഫാസ്റ്റ് സെന്റ് ഇഗ്നാത്യോസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പുണ്യശ്ലോകനായ അബൂൻമോ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ 1ാമത് ദുഖ്രോനോ പെരുന്നാൾ ഒക്ടോബർ 26 ആചരിച്ചു. ഗിൽഫോർഡ് സെന്റ് ജെയിംസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പരിശുദ്ധ പരുമല തിരുമേനിയുടെയും പുണ്യശ്ലോകനായ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെയും സംയുക്ത ഓർമ്മ ഒക്ടോബർ 25 ആചരിച്ചു. ലണ്ടൻ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവായുടെ 1ാമത് ഓർമ്മ പെരുന്നാൾ ഒക്ടോബർ മാസം 30 നടത്തപ്പെട്ടു. മാഞ്ചസ്റ്റർ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പുണ്യശ്ലോകനായ ശ്രേഷ്ഠ അബൂൻമോ ബസേലിയോസ് തോമസ് 1ാമൻ ബാവായുടെ ശ്രാദ്ധ പെരുന്നാൾ ഒക്ടോബർ 31 വെള്ളിയാഴ്ചയും പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ നവംബർ 2-ാം തീയതി ഞായറാഴ്ചയും നടത്തപ്പെട്ടു. ന്യൂകാസിൽ സെന്റ് ഗ്രിഗോറിയോസ് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് പള്ളിയിൽ പരിശുദ്ധ പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളും ഇടവകയുടെ 20ാമത് വാർഷികവും 2025 ഒക്ടോബർ 31 വെള്ളി, നവംബർ 1 ശനി തീയതികളിലായി നടത്തപ്പെട്ടു. നോർത്ത് ലണ്ടൻ വാട്ട്ഫോർഡ് സെന്റ് ഗ്രിഗോറിയോസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ 123ാമത് ഓർമ്മ പെരുന്നാൾ ഒക്ടോബർ 31, നവംബർ 1 തീയതികളിലായി നടത്തപ്പെട്ടു. പീറ്റർ ബ്രോ മോർ ഗ്രിഗോറിയോസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ
പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പെരുന്നാൾ ഒക്ടോബർ 31, നവംബർ 1 തീയതികളിലായി നടത്തപ്പെട്ടു. കാർഡിഫ് സെന്റ് എഫ്രേം യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് പള്ളിയിൽ പരിമല തിരുമേനിയുടെയും പുണ്യശ്ലോകനായ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെയും ഓർമ്മ പെരുന്നാൾ 2025 നവംബർ 1 തീയതി ശനിയാഴ്ച കാർഡിഫ് റിബൈനയിലുള്ള ഓൾ സെൻസ് ചർച്ചിൽ വെച്ച് ഫാദർ അനീഷ് കവലയിലെ പ്രധാന കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. ഹാംഷെയർ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളും പുണ്യശ്ലോകനായ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ 1ാമത് ശ്രാദ്ധ പെരുന്നാളും 2025 നവംബർ 1 തീയതി ശനിയാഴ്ച വികാരി എൽദോസ് വെങ്കടത്തിന്റെ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. പ്ലിമോത്ത് സെന്റ് ജോൺസ് ജാക്കബറ്റ്സുറിയൻ യാക്കോബായ സുറിയാനി പള്ളിയിൽ പരിമല തിരുമേനിയുടെ 123ാമത് ദുഃഖ്രോനോ പെരുന്നാളും പുണ്യശ്ലോകനായ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ ഓർമ്മ പെരുന്നാളും സംയുക്തമായി നവംബർ 1 ആഘോഷിച്ചു. ലണ്ടൻ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ മലങ്കരയുടെ പരിശുദ്ധൻ ചാത്തുരത്തിൽ മോർ ഗ്രിഗോറിയോസ് ഗീവർഗീസ് മെത്രാപ്പോലിത്തായുടെ ദുഃഖ്രോന പെരുന്നാൾ നവംബർ 2 നടത്തപ്പെട്ടു. ക്രിസ്ത്യൻ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ക്രിസ്ത്യൻ ജൂബിലി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പാരിഷ് ഡേ 2025 ഹാഗോ ഡി ഈഥോ 2025 നവംബർ 1 തീയതി നടത്തപ്പെട്ടു. UK മർത്തമറിയം വനിതാ സമാജം പ്രതിവാര ഓൺലൈൻ വചന സന്ദേശം തിരുവചന തണലിൽ എപ്പിസോഡ് 44 മാഞ്ചസ്റ്ററിലെ ഷീജ സാബു വചന സന്ദേശം നൽകി. ലിവർപൂൾ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ 2025 വർഷത്തെ JSVBS നടത്തപ്പെട്ടു. ഇടവക വികാരി റവർ ഫാദർ എൽദോ രാജൻ പതാക ഉയർത്തി തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പള്ളി സെക്രട്ടറി ശ്രീ ബിനു വർക്കി, ട്രസ്റ്റി ശ്രീ ജിതിൻ ജോൺ, സൺഡേ സ്കൂൾ പ്രതിനിധി ശ്രീമതി ബിന്ദു ജോൺ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി ടീന തോമസ്, VBS കോർഡിനേറ്റർമാരായ ശ്രീ ബിനു ജേക്കബ്, ശ്രീമതി അനു കുര്യാച്ചൻ എന്നിവർ നേതൃത്വം നൽകി. ഒക്ടോബർ 26, 27 ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ലിവർപൂൾ ഹോളി നെയിം പാരിഷ് സെന്ററിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ നടത്തപ്പെട്ട VBSൽ MJSSI UK ഡയറക്ടറും ഇടവകാംഗവുമായ റവറൽ ഫാദർ അഖിൽ ജോയ് VBS റാലിക്കും സമാപന സമ്മേളനത്തിനും നേതൃത്വം നൽകി. കേംബ്രിഡ്ജ് സെന്റ് ഇഗ്നാത്യോസ് ഏലിയാസ് തൃതീയൻ യാക്കോബായ സുറിയാനി പള്ളിയിൽ 2025 വർഷത്തെ JSVBS ഒക്ടോബർ 31, നവംബർ 1 തീയതികളിലായി നടത്തപ്പെട്ടു. ഡെർബിമോ ബസേലിയോസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ 2025 വർഷത്തെ JSVBS നവംബർ 1-2 തീയതികളിൽ നടത്തപ്പെട്ടു. പൗരോഹിത്യ ശുശ്രൂഷയിൽ 10 വർഷങ്ങൾ പൂർത്തീകരിച്ച ഫാദർ ഫിലിപ്പ് തോമസിന് പോർട്സ്മൗത്ത് സെന്റ് തോമസ് യാക്കോബായ ഇടവക സ്നേഹോപകാരം നൽകി അനുമോദിച്ചു. പൗരോഹിത്യ ശുശ്രൂഷയിൽ 20 വർഷങ്ങൾ പൂർത്തീകരിച്ച ഫാദർ ഗീവർഗീസ് സണ്ടായത്തിന് ബെഡ്ഫോർഡ്ഷെയർ സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ഇടവക സ്നേഹോപഹാരം നൽകി അനുമോദിച്ചു. ഈ ആഴ്ചത്തെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം.